ഹായ്. ടൈറ്റാനിക് റെക് ടൂറിസം നമ്മൾ നിരന്തരം മാധ്യമങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണിത്. പക്ഷേ ഇന്ന് അതൊരു തീരാ നോവായി മാറിയിരിക്കുകയാണ്. ഏകദേശം 5 യാത്രക്കാരുമായി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ടൈറ്റാൻ എന്ന സബ്മർസിബിൾ പതിച്ചപ്പോൾ അത് കാലങ്ങൾക്ക് മുമ്പേ മൺമറഞ്ഞു പോയ RMC ടൈറ്റാനിക് എന്ന ഒരു ഭീമാകാരനായ കപ്പലിന്റെ ഓർമ്മപ്പെടുത്തലായി മാറുകയാണ്. നമുക്ക് സംസാരിക്കാം. ഞാൻ വിവേക്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 1912 ഏപ്രിൽ 15 ലോകത്തിനെയാകെ സങ്കടക്കടലിൽ RMC ടൈറ്റാനിക് എന്നൊരു ജലഭീമൻ, ഒരു വലിയ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പതിക്കുകയുണ്ടായി. പിന്നീട് ഇത് സിനിമയെ മാറുകയും ചെയ്തു. അതാണ് ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത ടൈറ്റാനിക്. ഒരു പക്ഷേ ഈ ഒരു സിനിമ ലോകശ്രദ്ധ ആകർഷിച്ചത് കൊണ്ടാവാം 73 വർഷങ്ങൾക്ക് ശേഷം ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും ഇതിന്റെ ശേഷിപ്പുകൾ വീണ്ടെടുത്തു. പിന്നീട് ഇതിന്റെ ഒരു ടൂറിസം സാധ്യത മനസ്സിലാക്കി ഓഷ്യൻ ഗേറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഈ ശേഷിപ്പുകൾ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു ടൂറിസം പാക്കേജിന് രൂപകൽപ്പന ചെയ്തത്. 2021-ലും 2022-ലും ഇതിന്റെ യാത്ര വളരെയധികം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ഇതിന്റെ മൂന്നാമത്തെ യാത്രയാണ് 2023 ജൂൺ 18 കനേഡിയൻ പ്രവിശ്യയിലെ ന്യൂ ഫൗണ്ട്ലാൻഡ് എന്നൊരു ദ്വീപസമൂഹമുണ്ട്. ഈ ദ്വീപസമൂഹത്തിലെ സെന്റ് ജോൺസ് എന്ന് പറയുന്ന ഒരു തീരത്ത് നിന്നും യാത്ര തിരിക്കുന്നത്. ഈ ന്യൂ ഫൗണ്ട്ലാൻഡിൽ നിന്നും ഏകദേശം 400 നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറ് മാറി ഏകദേശം 3.8 കിലോമീറ്റർ അല്ലെങ്കിൽ 3800 മീറ്റർ താഴ്ചയിലാണ് ഈ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 4000 കിലോമീറ്റർ താഴ്ചയിൽ മുങ്ങിപ്പോകുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു പേടകം, ഒരു പോട്ട് അത്യാവശ്യമായിരുന്നു. അതിന്റെ ഭാഗമായാണ് ടൈറ്റൻ എന്ന സബ്മർസിബിൾ രൂപകൽപ്പന ചെയ്തത്. ടൈറ്റൻ എന്ന് പറയുന്ന ഒരിക്കലും ഒരു സബ്മറൈൻ അല്ല, ഇറ്റ്സ് എ സബ്മർസിബിൾ. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്മർസിബിളിന് സ്വയം പ്രവർത്തിക്കാനോ നിയന്ത്രിക്കാനോ പറ്റില്ല. ഇതൊരു ജോയിസ്റ്റിക്കിന്റെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. പല ആരോപണങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ ഒരു സബ്മറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്വയം നിയന്ത്രിക്കാനും പ്രവർത്തിക്കാനും സാധിക്കും. അതായത് സബ്മർസിബിളിന് ഒരു മദർഷിപ്പ്, അതായത് സമുദ്രോപരിതലത്തിൽ കിടക്കുന്ന ഒരു ഷിപ്പിന്റെ സഹായത്തോടു കൂടി മാത്രമേ പ്രവർത്തനം സാധ്യമാവുകയുള്ളൂ. അതിനാൽ തന്നെ ഇതിനൊരു മദർഷിപ്പ് ഉണ്ട്. അതിന്റെ പേരാണ് പോളാർ പ്രിൻസ്. ഈ പോളാർ പ്രിൻസിലാണ് ഈ സബ്മർസിബിളും അതിൽ പോകാനുള്ള യാത്രക്കാരും ഇത് നിയന്ത്രിക്കാനുള്ള ആൾക്കാരുമായിട്ട് ജൂൺ 18 ഇവര് യാത്ര തിരിക്കും. ഏകദേശം ഒരു ദിവസത്തെ യാത്രയുണ്ട് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന സമുദ്രോപരിതലത്തിലേക്ക് എത്താൻ. അതിനുശേഷമാണ് ടൈറ്റാൻ എന്ന സബ്മർസിബിൾ ഈ മദർഷിപ്പിൽ നിന്നും കടലിലേക്ക് ഇറക്കുന്നത്. ഈ ടൈറ്റൻ എന്ന സബ്മർസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മുങ്ങിക്കപ്പലോ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതിന് ഭാരം വെറും 21,000 പൗണ്ട് മാത്രമാണ്. ഏകദേശം ഒരു 22 അടി നീളം മാത്രമേ ഉള്ളൂ. പൂർണ്ണമായും ഇത് ടൈറ്റനിലും കാർബൺ ഫൈബറിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 5 യാത്രക്കാർക്ക് മാത്രമേ ഇതിനകത്ത് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ഇരിക്കാൻ സീറ്റോ അതുപോലെ തന്നെ കിടക്കാൻ കട്ടിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. അവര് ഇതിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് എന്താ പറയണ്ടേ, ഒരു ട്യൂബ് പോലെയുള്ള ഒരു പേടകമാണ് ഈ ടൈറ്റൻ എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഉണ്ട്, ബേസിക് ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ടിങ് സിസ്റ്റവും ഉണ്ട്. പക്ഷെ ഇവർ പോകുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ ഡയറ്റ് എടുത്ത് ഇവർക്ക് ഈ ടോയ്ലറ്റിലൊന്നും പോകാതെ ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ യാത്ര ഫുള്ള് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പേടകത്തിൽ പ്രധാനമായും 5 പേരാണ് യാത്ര ചെയ്തിരുന്നത്. അതിൽ ഒരാളെന്ന് പറയുന്നത് ഈ പേടകം നിയന്ത്രിക്കുന്ന ക്യാപ്റ്റൻ ആയിരുന്നു. ഇതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന പോൾ ഹെൻറി ഫ്രഞ്ച് നേവിയിൽ നിന്നും ഏകദേശം 20 വർഷത്തോളം കാലം കമാൻഡറായി ജോലി ചെയ്തതിന് ശേഷം റിട്ടയർ ചെയ്ത ഒരു വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാപ്റ്റൻ ആയിരുന്നു. ഇതിൽ യാത്ര ചെയ്ത മറ്റൊരാൾ ഈ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ CEO തന്നെയായ സ്റ്റോക്കോൺ റഷ് ആയിരുന്നു. അതിനുശേഷം 3 സഹയാത്രികരും ഉണ്ടായിരുന്നു. അവർ ഇന്ത്യയിലേക്ക് ചീറ്റകളെ എത്തിക്കാനായിട്ട് മുൻകൈ എടുത്ത എനിക്ക് തോന്നുന്നു ഫ്രഞ്ച് വ്യവസായിയാണെന്ന്. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ശതകോടീശ്വരന്മാരായ ഷഹസാദെ ദാവൂദ്, അദ്ദേഹത്തിന്റെ 19 വയസ്സുള്ള മകൻ സുലൈമാൻ ദാവൂദ് എന്നിവരായിരുന്നു. വളരെയധികം ആശ്ചര്യത്തോടെ തന്നെ ഈ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോയ ഈ യാത്രികർക്ക് പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു.
ഏകദേശം 1 മണിക്കൂർ 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ മദർഷിപ്പിൽ നിന്നും ഈ പേടകത്തിന്റെ കൺട്രോൾ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഇതിനു മുമ്പുള്ള യാത്രകളിൽ കുറച്ച് സമയത്തേക്ക് ഇതിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടിരുന്നു. അതൊരു ചെറിയ സാങ്കേതിക തകരാർ മാത്രമായിരുന്നു. പിന്നീട് ഇതിലെ സാങ്കേതിക വിദഗ്ധർക്ക് ഇത് തിരിച്ചെടുക്കാനും സാധിച്ചിരുന്നു. ആ ഒരു ചിന്തയിലായിരുന്നു പല സാങ്കേതിക വിദഗ്ധരും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു നിസ്സഹായ അവസ്ഥ ഈ കമ്പനിക്ക് ബോധ്യപ്പെടുന്നത്. ഈ വാർത്തകൾ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ US നേവി, ഫ്രഞ്ച് നേവി, കനേഡിയൻ നേവി എന്നിവർ ഈ യാത്രികർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ ആരംഭിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ പല അഭ്യൂഹങ്ങളും പടരുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഈ പേടകം മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയതാകാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക തകരാറ് കൊണ്ട് സമുദ്രത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പൊങ്ങിക്കിടക്കുന്നുണ്ടാവാം എന്ന പല വാർത്തകളും വന്നു. പ്രധാനമായും ഈ വാർത്തകൾ വന്നത് ന്യൂ ഫൗണ്ട്ലാൻഡ് എന്ന് പറയുന്ന തീരത്തിന്റെ പ്രത്യേകത വെച്ചിട്ട് മാത്രമാണ്. ഓഷ്യൻ കറൻസ് നമുക്ക് അറിയാം, സമുദ്രപ്രവാഹങ്ങൾ. കോൾഡ് ഓഷ്യൻ കറൻസും ഉണ്ട്, വാം ഓഷ്യൻ കറന്റും ഉണ്ട്. ഈ കോൾഡ് ഓഷ്യൻ കറന്റിന്റെയും വാം ഓഷ്യൻ കറന്റിന്റെയും ഒരു സംയോജനം വരുന്ന ഏരിയയാണ് ഈ ന്യൂ ഫൗണ്ട്ലാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ടെമ്പറേച്ചറിന് വേരിയേഷൻസ് ഉണ്ടാവാം, പ്രഷറിന് വേരിയേഷൻസ് ഉണ്ടാവാം. ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഇതിനെ ലോകത്തിലെ ഒരു മത്സ്യബന്ധന മേഖല എന്നറിയപ്പെടുന്നത്. അതുകൊണ്ടാകാം മത്സ്യബന്ധന വലയിൽ മുങ്ങി എന്നൊരു അഭ്യൂഹങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ മണിക്കൂറുകളും ദിവസങ്ങളും പിന്നിട്ടു. ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഈ പേടകത്തിൽ വെറും 72 മണിക്കൂർ ശ്വസിക്കാൻ വേണ്ടിയുള്ള ഓക്സിജൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പേടകത്തിൽ അവർക്കൊന്ന് നിവർന്ന് നിൽക്കാനോ ഒന്ന് കാല് നിവർത്തി വയ്ക്കാനോ ഉള്ള സാഹചര്യം ഇല്ലായിരുന്നു. അതിനാൽ തന്നെയാണ് എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഇതിലുള്ള യാത്രികരെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അശ്രാന്ത പരിശ്രമം നടത്തിയത് എന്ന് തന്നെ പറയാം. അതിനിടയിൽ പല അഭ്യൂഹങ്ങളും പടർന്നിരുന്നു. ഈ പേടകത്തിന് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലായിരുന്നുവെന്നും ഇത് വളരെ വില കുറഞ്ഞ ഒരു ജോയിസ്റ്റിക്കിൽ മാത്രം പ്രവർത്തിപ്പിക്കാവുന്ന ഒരു പേടകമായിരുന്നു എന്നാണ് പുറത്ത് വാർത്തകൾ വന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സുരക്ഷാ ക്രമീകരണം ഇല്ലാത്തൊരു പേടകത്തിൽ ഈ കമ്പനിയുടെ തന്നെ CEO ആയുള്ള സ്റ്റോക്ക്ഹോം റഷന് സഞ്ചരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതൊരു ചോദ്യമായി ഇന്നും നിലനിൽക്കുകയാണ്. ഈ സമയം അത്രയും ഈ ലോകത്തുള്ള ജനങ്ങൾ ഈ സാഹസികരുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് പുതിയൊരു വാർത്ത വന്നത്. ടൈറ്റാനിക് എന്ന ഈ ഷിപ്പിന്റെ ഭീമൻ ശവകുടീരത്തിന്റെ വശത്ത് നിന്നും ഈ പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചു എന്നുള്ളത്. പിന്നീടാണ് സാങ്കേതിക വിദഗ്ധർ ഇതിന്റെ കാരണങ്ങളെ പറ്റി പറയുന്നത്. ഈ പേടകത്തിൽ നടന്നത് ഒരു ഇംപ്ലോസീവ് എക്സ്പ്ലോഷൻ ആയിരുന്നു. അതായത് ഈ പേടകത്തിന് ചുറ്റുമുള്ള പ്രഷർ താങ്ങാനാവാതെ ഈ പേടകം ചുരുങ്ങി അത് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ഇതുവരെ ഇതിനകത്ത് യാത്ര ചെയ്ത ആരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ മരിച്ചു എന്ന് നമുക്കൊരിക്കലും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഇവർ നാളെ ഒരു കാലത്ത് ഒരു മിറാക്കിൾ ഉണ്ടായി തിരിച്ചു വരട്ടെ എന്ന് തന്നെ ഞാനും പ്രാർത്ഥിക്കുന്നു. സാഹസിക യാത്രകൾ അത് ഒരിക്കലും നിലയ്ക്കാത്ത ഒന്ന് തന്നെയാണ്. കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളോടെ പുതിയ പുതിയ സാഹസിക യാത്രകൾ ജീവൻ നഷ്ടപ്പെടാതെ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദിസ് ഈസ് വിവേക് സൈനിങ് ഓഫ്. താങ്ക് യു ഓൾ.